സംസു സാഹിബ്, അതുപോലെ തന്നെ സ്റ്റേജിൽ ഇരിക്കുന്ന പണ്ഡിതന്മാർ, ഇന്ന് നിക്കാഹിൻ്റെ നേതൃത്വം കൊടുക്കാൻ വന്ന ആലിമ്യങ്ങൾ, പണ്ഡിതന്മാർ, സാദാത്യങ്ങൾ, വൈവാഹിക ജീവിത സുഖങ്ങളുടെ നിക്കാഹിൻ്റെ പേരിലെത്തിയ നമ്മളെ പുതിയാപ്രമാർ, പുതിയന്മാർ, നൂറെ ഹബീബിൻ്റെ മുക്തമണികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയൊക്കെ എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവിടുത്തെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞതുപോലെ എത്തിയ മക്കളെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും. അതാണ് ഇന്നത്തെ ജനസാഗരം. റോഡുകളൊക്കെ ബ്ലോക്കാണ്. അൽഹംദുലില്ലാഹ് പാലക്കാട് ജില്ലയിലെയും മലപ്പുറം ജില്ല ഏകദേശം ഡെക്കറേഷൻ ഷോപ്പുകൾ കസാലകളും ഇറക്കിയിട്ട് പോലും എന്തില്ല, തികയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മജ്ലിസിൽ അല്ലാഹു ഖിയാമത്ത് നാളിൽ അല്ലാഹു നിലനിർത്തട്ടെ. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ മജ്ലിസിൽ ഒരു വാക്യപ്പിഴവിൻ്റെ മുകളിൽ ഒരുപാട് ആളുകൾ എന്നെ വേദനിപ്പിച്ചു. ഒരു ചെറിയൊരു വാക്യപ്പിഴവ്, അൽഹംദുലില്ലാഹ് അതിലൊരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ടുപോയ പണ്ഡിതന്മാർ ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ തന്നു. അൽഹംദുലില്ലാഹ് ഇവിടുന്ന് അങ്ങോട്ട് അവർ പറഞ്ഞതനുസരിച്ച് അവരെ ബാക്കിൽ നിന്നുകൊണ്ട് അവരെന്താ പറയുന്നത് അതുപോലെ സംസാരിച്ച് ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു യൂട്യൂബർക്കും നമ്മളെ പച്ച ഇറച്ചി തിന്നാതിരിക്കും നമ്മൾ ഇട്ടുകൊടുക്കരുത്. ഇനി ഒന്നിൻ്റെ ഭാഗത്ത് എന്നേക്കാട്ടിൽ ബേജാറായി മദ്രസ കേൾക്കുന്ന എൻ്റെ അമ്മമാർക്കും എൻ്റെ അപ്പന്മാർക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഒരുപാട് പണ്ഡിതന്മാരെ വിളിച്ചു. ഇന്നലെ ഒരുപാട് പണ്ഡിതന്മാർ, വലിയ വലിയ പണ്ഡിതന്മാരും സാധാർത്ഥികളും ആലിമീങ്ങളും വിളിച്ചിട്ട് പറഞ്ഞു സദസ്സ് നിലനിൽക്കണം. അതുകൊണ്ട് തങ്ങൾ എന്ത് ചെയ്യണം, ഒന്നും ശ്രദ്ധിക്കണം, നല്ലതാണ് എന്ന് എല്ലാവരും പറഞ്ഞു. ഞാൻ ഒരു വാക്ക് കൊടുത്തു, എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല, അങ്ങനത്തൊന്നും ഒരു സംസാരം ഉണ്ടാവില്ല. അൽഹംദുലില്ലാഹ് എല്ലാവർക്കും എല്ലാ വിഭാഗത്തിനും മറുപടിയാണ് എന്നെ വിളിച്ചത്. എല്ലാ വിഭാഗത്തിനുമുള്ള ഏറ്റവും വലിയ ഒരു മറുപടിയാണ് ഇവിടുത്തെ ജനക്കൂട്ടം. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ സ്നേഹിച്ച് ആരാരുമില്ലാത്ത ഒരുപാട് മക്കളെ കല്യാണത്തിന് കൂടാതെ ഒരുപാട് ദുഃഖം ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം അല്ലാഹു കൊടുക്കട്ടെ. 60 പവനാണ് നമ്മൾ കൊടുക്കുന്നത്, 60ഓളം പവൻ. അൽഹംദുലില്ലാഹ് സഹായിച്ചവർക്ക്, സഹകരിച്ചവർക്ക്, തന്നവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യും. അതുപോലെ തന്നെ ആമുഖമായിട്ട് പറയാനുള്ളത്, നമ്മളെല്ലാ മാസം പറയുന്നത് പോലെ എല്ലാവരും ഒരു 2 കുണ്ട് തേന് വാങ്ങി കഴിപ്പിക്കണം. 101 നിക്കാഹ് കഴിഞ്ഞാൽ, ആ പൊന്നു മക്കളെ താലികെട്ട് കഴിഞ്ഞാൽ 101 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി നമ്മൾ ദുആ ചെയ്യണം. അപ്പോ ഓരോ തേൻകുപ്പിയിലും ഇൻഷാ അല്ലാഹ് 101 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോൾ ആ സ്വലാത്തുൽ ഫാത്തിഹ ഊത്. എന്ത് രോഗങ്ങളുണ്ടെങ്കിലും അല്ലാഹു ശിഫ നൽകട്ടെ. ഈ സദസ്സിൽ വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഷാ അല്ലാഹ് 1 2 കൂടി തേൻ നമ്മൾ കുടിക്കണം. സ്വലാത്തുൽ ഫാത്തിഹ അലൈക്കും ബിശിഫാഇ അൽ ഖുർആൻ വൽ അസ്ന, ഖുർആൻ തേനും ഒരു മരുന്നാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയാനില്ല. ഇനി ഒരുപാട് പദ്ധതികൾ ഉണ്ട് നമ്മളെ മനസ്സിലുണ്ട്. ഇൻഷാ അല്ലാഹ് ആരെന്ത് പറഞ്ഞാലും അതൊന്നും ഇൻഷാ അല്ലാഹ് യൂട്യൂബ് പറഞ്ഞു അതൊന്നും നമ്മൾക്ക് ബാധിക്കൂല. ഇതുവരെ അത് ബാധിച്ചിട്ടില്ല. ഒരുപാട്
കുടുംബത്തിൽ വിവാഹമാണ്. പറയേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാവരും പകുതി മുകളിൽ ഒട്ടും മുടിയെന്നാ പറയുന്നത്. അള്ളാഹു കാണട്ടെ. ഈ മുടിയെ എല്ലാവർക്കും പ്രശ്നമാണ്. ഞാൻ ബാത്റൂമൊക്കെ പോകുമ്പോൾ ഏത് ചെരുപ്പാണെങ്കിലും ഏത് ആദ്യം വെക്കുന്നത് അതിനൊക്കെ ഓരോരുത്തരാളും നിർത്തിക്കുക. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്നിരുന്നാലും അൽഹംദുലില്ലാഹ് ലോകം അറിയാൻ തോന്നുന്ന ഒരാളാണ്. അതിന് കാരണക്കാർ രക്ഷപ്പെടുന്നാൽ അത് നന്ദി പറഞ്ഞു. അവർക്കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. അവർ വിവാദങ്ങൾ പറയുന്ന ആളുകളുണ്ട്. നമ്മൾ ആരാ എന്താണെന്ന് അറിയാൻ വേണ്ടി അവരെ യൂട്യൂബ് സെർച്ച് ചെയ്തു. അൽഹംദുലില്ലാഹ് അവർക്കൊന്നും ഒരുപാട് നമുക്ക് കിട്ടി. സാധാരണ മുന്നോട്ട് പോകുമ്പോൾ 40 ആളുകൾ ഉറങ്ങുന്നതിന് 90 ആളുകൾ. ഈ വിവാദം നടക്കുന്നത് അൽഹംദുലില്ലാഹ് 130 ആളുകൾ. അതുകൊണ്ട് അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല യതീമകളെ ചേർത്ത് പിടിക്കുന്നതിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മുടെ സദസ്സിനെ അല്ലാഹു ഉണ്ടാകട്ടെ. ഒരുപാട് 19 മക്കളെ കല്യാണം അതുപോലെ തന്നെ ഇന്ന് ഇവിടെ വെച്ചിട്ട് 10 ലക്ഷം രൂപ ഒരു യതീം കുടുംബത്തിന് വീട് വെക്കാൻ കൊടുക്കുന്നുണ്ട്. ഒരു യതീം കുടുംബത്തിന് 10 ലക്ഷം രൂപ. എൻ്റെ ഓർമ്മ വയനാട് ജില്ലയിൽ ഭർത്താവ് മരണപ്പെട്ട വിധവയായ യതീം മക്കളായ 3 മക്കളാണ്. ആ മക്കൾക്ക് വീട് വെക്കാൻ ഇന്ന് ഇവിടെ വെച്ച് 10 ലക്ഷം രൂപ ചെക്ക് കൊടുക്കുന്നു. അതുകൂടാതെ കോഴിക്കോട് ജില്ലയിൽ വാപ്പി ഇന്നില്ലാത്തൊരു 2 മക്കളുണ്ട്. പിഞ്ചു മക്കളാണ്. ഒരു ഭാഗത്തളർന്ന പിഞ്ചു മോനുണ്ട്. കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് തൻ്റെ ഉമ്മാന് മക്കളെ പോറ്റാൻ ഉമ്മ ജോലിക്ക് പോവുക. 30-32 വയസ്സ് പ്രായമില്ല. വീട് വെക്കാൻ വേണ്ടി കുടുംബത്തിൽ ആരുമില്ല. സുബ്ഹാനല്ലാഹ്. ആ മക്കളെ പോറ്റാൻ വേണ്ടി പോകുന്നതിനിടയിൽ ഒരു കുട്ടി തളർന്നു പോയിട്ടില്ല. 2 പിഞ്ചു മക്കളാണ്. ആ മക്കൾ സ്നേഹവാത്സല്യത്തോടെ ഉമ്മ വളർത്തുക. അതിൻ്റെ ഇടയിൽ ആ ഉമ്മക്കൊരു പനി വന്ന് പെട്ടെന്ന് ഉമ്മ മരണപ്പെട്ടു. ആ ഉമ്മയുടെ കബറിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ മക്കൾ ഉമ്മ എന്ന് വിളിച്ച് കരയാ. ആ മക്കൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുന്നു. രാത്രി മക്കൾ വീട്ടിൽ പോകാതെ ആ കബറിൻ്റെ അടുത്ത് ചെന്നിട്ട് മക്കൾ ഉമ്മയെ വിളിച്ചിട്ട് കരയാ. ആ മക്കൾ സദസ്സിലുണ്ട്. ഒരു വല്യമ്മണ്ട്. ആളുകൾ പറഞ്ഞു സ്ഥലം കിട്ടിയാൽ അതല്ലെങ്കിൽ വീട് വെച്ച് സ്ഥലം കൊടുത്താൽ വീട് വെച്ച് കൊടുക്കാൻ പല ആളുകൾ മേടിച്ചെടുത്തു. ആ സ്ഥലം വാങ്ങിക്കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ആ മക്കൾ എൻ്റെ അടുത്ത് വന്നിട്ട് കുറ്റിപ്പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞു, ആരും ഉമ്മയില്ലാതെ ആരും എൻ്റെ ഉമ്മയിൽ പോയി തങ്ങളെ 5000 രൂപ വാടക കൊടുക്കുക. ഈ മകള് പണിക്ക് പോയിട്ടാണ് ആ വാടക കൊടുക്കുന്നതും ആ മക്കളെ കൂട്ടുന്നതും. ആ ഉമ്മയും പെട്ടെന്ന് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. ആ മക്കൾക്ക് ആ മഹല്ല് കമ്മിറ്റിനെ ബന്ധപ്പെട്ടു. ആ മഹല്ല് കമ്മിറ്റി പറഞ്ഞു, സ്ഥലം ഞങ്ങൾ കൊടുക്കാം, തങ്ങളിപ്പോൾ എന്ത് ചെയ്ത് തരുമോ വെച്ചാൽ ഒരു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു. ആ മക്കളെ കണ്ട വീട് വെച്ച് കൊടുക്കും. ഞാൻ വീട് വെച്ച് തരാൻ 8 ലക്ഷം കുഴപ്പമില്ലാതെ ആ നാട്ടുകാർ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് കൂലി കിട്ടൂല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഒരു വർത്താനം പറയട്ടോ, ഒരു 5 ലക്ഷം ഉറുപ്പികൾ തരുമോ വെച്ചിട്ട് ഞാൻ തരുന്നതാണ്. 5 ലക്ഷം അറിയോ. പിന്നെ കഴിഞ്ഞ ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ്, ഒരു 5-6 മാസമായിട്ടുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ കേൾക്കണം, എന്നെ വേട്ടയാടുന്നവർ കേൾക്കണം. ഒരു പൊന്നുമോള് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്, 4 പിഞ്ചു മക്കൾ. കഴിഞ്ഞ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ റമദാന്റെ അടുത്താണ്. 4 പിഞ്ചു മക്കളുണ്ട്. തങ്ങളെ ഭർത്താവ് മരിച്ചു പോയിട്ട് യുദ്ധ കഴിഞ്ഞിട്ടില്ല. അരി റേഷൻ കടയിൽ കിട്ടുന്നുണ്ട്.
പക്ഷേ മക്കള് യതീമിനേക്കാൾ യതീമാണ്. ഭർത്താവ് പെട്ടെന്നാണ് മരണപ്പെട്ടത്. എൻ്റെ മക്കൾക്കൊന്നുമില്ല. കഴിഞ്ഞ റമദാനിൽ ഞാനൊരു മുതലാളിക്ക് അടുത്ത് പോയിട്ട് എൻ്റെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ പൈസ ചോദിച്ചപ്പോ ആ മുതലാളി പറയാത്തിൻ്റെ കൂടെ വന്നിട്ട് ഞാൻ നോക്കിക്കൊള്ളാം. അല്ലാഹു അങ്ങനെ ഇസ്സത്ത് പറയാൻ പറ്റുന്ന അവസരം തരാതിരിക്കട്ടെ. പിന്നെ മോള് പറയാം. അന്ന് ഞാൻ തീരുമാനിച്ചു, ഞാൻ 3 വയസ്സ്, ഞാനും 13 വയസ്സിലെത്തിയുമാണ്. 13 വയസ്സിൽ ഞാൻ എത്തിയുമാണ്. ഞാൻ എൻ്റെ ശിഷ്യത്വങ്ങളും പുസ്തകത്വങ്ങളും ഷാഹിദങ്ങളും ഒക്കെ ഞങ്ങൾ എത്തിയെങ്കിലും ഞങ്ങൾ പഠിച്ചത് മണ്ണാർക്കാട് ദാറുൽ മണ്ണാർക്കാട്. അന്ന് എത്തിയങ്ങളിൽ ഏറ്റവും ചെറിയ കുട്ടി ആരാറിയോ? ശിഷ്യത്വങ്ങളാണ്. അന്നത്തെ കാലത്തൊന്നും ശനിയാഴ്ച വെള്ളിയാഴ്ച സ്കൂൾ ഉണ്ടാവില്ല. ഇപ്പോഴാണ് വെള്ളിയാഴ്ച സ്കൂൾ വന്നു. അന്ന് ഞങ്ങൾ പഠിക്കുന്ന കാലത്തൊന്നും സ്കൂള് ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, പട്ടിണി കടന്നിട്ടുണ്ട്, ഒരുപാട് വേണ്ട. ഇപ്പോഴാണ് അല്ലാഹു നിയമത്തിലെത്തുന്നത്. അല്ലോ, അന്ന് കഷ്ടപ്പാട് കൊണ്ട് 13ാമത്തെ വയസ്സിലെ ബാപ്പ മരിച്ചു. ഞങ്ങളൊക്കെ എത്തിയക്കാലം കൊണ്ടാക്കി മണ്ണാർക്കാട് ദാറുൽ ഞങ്ങൾ 6 മക്കളും പഠിച്ചിട്ടുണ്ട്. 2 പെൺകുട്ടികളും 4 ആൺമക്കളും എത്തിയക്കാലം പഠിച്ചിട്ടുണ്ട്. പ്രാരാബ്ദം കൊണ്ട് ഉമ്മാനെന്താക്കി വേറെ കല്യാണം കഴിപ്പിച്ചു. പ്രാരാബ്ദം കൊണ്ട് ഉമ്മാനെ വേറെ കല്യാണം കഴിപ്പിച്ചു. എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും ഓരോരുത്തർ വരുമ്പോൾ നമ്മളെ മക്കളെ കാണാൻ, ഞങ്ങളെ കാണാൻ ആരും ഉണ്ടായിട്ടില്ല. ഞങ്ങളെ മക്കളെ നിങ്ങളെ കാണാൻ എല്ലാ വർഷവും റമദാൻ ഒരു മാസം എത്തിയക്കാണ് കൂട്ടും. എല്ലാ വർഷവും ഒരു മാസം എത്തിങ്ങനെ കൂട്ടും. എല്ലാ മക്കൾക്കും സന്തോഷമായിരിക്കും. എന്താ ഒരു മാസം വീട്ടിൽ പോയില്ല, ഞാനും ഇല്ല, അഞ്ചമാനിക്കാരും. എന്താ ഞങ്ങളെ കൊണ്ടുപോകാൻ ആരുമില്ല, ഞങ്ങൾ കൊടുക്കാൻ പോവുക. ഞങ്ങൾ കഷ്ടപ്പെട്ടതാണ്. ഞങ്ങൾക്ക് അറിയത്തിൻ്റെ വില. ഞാനിങ്ങനെ ഒരു ദിവസം എത്തിയിട്ടാണ് ഇന്ന് ഒരു ദിവസം ഇങ്ങനെ വൈകുന്നേരം കളിക്കാൻ ഞാനിങ്ങനെ നടന്നു പോവുക. അപ്പോൾ അടുത്തൊരു വീട്ടിൽ കുറേ മക്കളെ കളിക്കുന്നുണ്ട്, വലിയ വലിയ മിഠായികൾ തിന്നുണ്ട്. ഞാൻ ആഗ്രഹിച്ചു പോയി, കുറച്ചോനെ അത് നിലത്തിട്ടിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കിയിട്ടെങ്കിലും തിന്നാലും തനിക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ യതീമിൻ്റെ വില ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് 100 ചില്ലാനും യതീം മക്കളെ ഞാൻ ഏറ്റെടുത്തു. പൈത മക്കള്, ചെറിയ മക്കള് 100 ചില്ലാനും യതീം മക്കളെ ഞാൻ ഏറ്റെടുത്തു. ലക്ഷക്കണക്കിനാണ് ഒരു മാസം ഓരോ കുടുംബത്തിന് 10,000 രൂപ വെച്ച് 10,000 രൂപ വെച്ച്, അതുപോലെ തന്നെ 5,000 രൂപ വെച്ച് ഒരുപാട് മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. എൻ്റെ വിജയം അതാണ്. എല്ലാവർക്കുള്ള മറുപടി ആ പെണ്ണ മക്കളെ കഴിഞ്ഞ ആഴ്ച എല്ലാവരും എന്നെ കാണാൻ വന്നു. നിന്റെ കുട്ടികൾ എന്നോട് എത്ര മക്കളുണ്ടോ വെച്ച് ഞാൻ പറയും 100 ചില്ലാന മക്കളുണ്ട്. എന്നോട് അനാഥകൾ. ഇപ്പോ ഒരു പൊന്നുമൂളെന്ന് പറയാൻ എൻ്റെ മക്കൾ വളരെ സന്തോഷമകളെ. എൻ്റെ മക്കളിന്ന് ഒരാളെ കാലിൻ്റെ ചുവട്ടിലേക്ക് പോകണ്ട. എൻ്റെ മക്കൾക്ക് ഒരു വെള്ളിയാഴ്ച ദിവസം വരുമ്പോ, ഒരു ഞായറാഴ്ച ദിവസം വരുമ്പോ ഞങ്ങൾ ഇറച്ചി വാങ്ങുന്നത്. അതുപോലെ നമുക്ക് അപ്പൊ ഇരിക്കല്ല എൻ്റെ കാവല്, എൻ്റെ പട്ടാളം, നൂറേ ഹബീബിന്റെ പട്ടാളം, അത് യതീം മക്കളാണ്. ഇത് മാത്രമല്ല, എത്ര ആളുകൾ എന്തെല്ലാം പറഞ്ഞു. എൻ്റെ മക്കളെ കാണും. എംഎൽഎക്ക് ഒരു പരിപാടി ഉണ്ട്. അത് ദ്വാരയ്ക്ക് പ്രത്യേകം. അപ്പോ
മൂസ തങ്ങൾക്ക് ഒരു പരിപാടി പോവുക. എന്താണ് അത് റെഡിയായ മുസ്ലിമാണ്. അതിന്റെ മക്കളെ എന്റെ മക്കളെ കണ്ടുവരുന്നത് നൂറ് ഹബീബിന്റെ മക്കളെ, ആ മക്കളാണ് എന്റെ വിജയം. അല്ലാഹു എപ്പോഴത്തെ മക്കൾക്ക് അല്ലാഹു ആയത്തിലേക്ക് മാറി അല്ലാഹു കൊടുക്കട്ടെ. ഒരാൾ മുന്നിൽ ചെന്ന് കൈ നീട്ടേണ്ട ഗതികേട് അല്ലാഹു കൊടുക്കാതിരിക്കട്ടെ. ഒന്ന് ക്യാമറ ഒന്ന് മോനെ സ്ക്രീനിലേക്ക് നോക്കി കാണാം. എല്ലാ മാസവും നിങ്ങളെ മുമ്പിലുള്ള സ്ക്രീനിലേക്ക് നോക്കി ഞാൻ ശരിയായിട്ട് സുനിശ്ചിതം. സ്ത്രീകൾ അടിയിൽ കൂടെ വള്ള കച്ചവടം ചെയ്ത് മാറ്റി നിർത്തി. സ്ത്രീകൾ കൊണ്ട് വള്ള കച്ചവടം ചെയ്യുന്നത് മോനാ പിന്നെ വളണ്ടിയർ വള്ള പണ്ട് ചെന്നാണ്. എല്ലാരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യം, എന്താ നിങ്ങളവിടെ പരാതിപ്പെടുത്താത്ത, എന്താണ് നിങ്ങൾ വിജയം എല്ലാവരും ചോദിക്കുന്നത്? മനസ്സിലായില്ലേ? നമ്മളെ മക്കളെ ആവശ്യം എല്ലാവരും ചോദിക്കുന്നത്. നിങ്ങൾ കേട്ടോ, എന്റെ മക്കളാണ്, ഇതിന്റെ മക്കളാണ് മക്കളായിട്ട് മക്കളാണ്. ഇവിടെ എന്റെ വിജയം മനസ്സിലായേ? ഇതും കൂടെ വന്നിട്ട് യൂട്യൂബിലൂടെ വന്നിട്ട് ആദ്യമൊക്കെ പറഞ്ഞിട്ട് അതൊന്നും നമ്മൾ ഏത് സമയത്ത് എനിക്ക് കുട്ടികളെ പറ്റുന്നു, കുട്ടികൾ മക്കളെ പറ്റണം. ഞാൻ അതിന്റെ കൊണ്ട് ഒരിക്കൽ അൽഹംദുലില്ല പിന്നെ കുറെ ആൾക്ക് വീടില്ലേ ആർക്കും വീടില്ലാത്ത കുറെ ആളുകൾ അല്ലേ തന്നെ പണിയിട്ട് വീട്ടിലുണ്ട്. നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ പഠിക്കുന്നുണ്ട് കേട്ടോ. അള്ളാഹു വർക്കത്തെ നിങ്ങൾക്ക് ദുആയില്ലേ രക്ഷ ദുആയില്ലേ അല്ലേ? അതേപോലെ പിന്നെ മക്കളുള്ള സന്തോഷത്തിലാക്കട്ടെ. എല്ലാവർക്കും മനസ്സിലായത് ഇന്ന് നിങ്ങൾ വെറുതെ ഇത് ബൈക്ക് നടക്കേണ്ട, ഈ കുട്ടികളിട്ട് വായിക്കില്ലേ ഇല്ലേ അപ്പൊ ആവശ്യക്കാരില്ലേ വായിക്കണം. ഒരുപാട് 10 മണി റോട്ടിൽ വായിക്കൂലേ കേട്ടോ. ഇതാണ് എന്റെ വിജയം. ആറ് തകർക്കാൻ ചെറിയ മക്കളാണ്. വളരെ വാക്കിനാണ് ഈ പ്രായത്തിൽ ഞാൻ എത്തിയും. അതുകൊണ്ട് ഇങ്ങനെ പറയണം. അപ്പൊ ആൾക്കാർ തോന്നി നിർത്തുക, ഓരോ ആൾക്കാർ പൈസ തരാം. അള്ളാഹു ഈ മക്കളെ ആ മക്കളാണ് നമ്മളെ വിജയം. കണ്ടില്ലേ? മൂർത്തിച്ചില്ലാണ് എത്തി മക്കളുണ്ട്, വാപ്പയില്ലാത്ത എത്തീമാണ്. എത്തീമിനെ ചെറിയ മക്കളാണ്, 1 വയസ്സ് 8 മാസം പ്രായമുള്ള മക്കളാണ്. അവരാണ് നമ്മൾ വിജയം. അള്ളാഹു അവരെ കാവല് അള്ളാഹു നമുക്ക് നൽകട്ടെ, സന്തോഷം അള്ളാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് താലികെട്ട് തുടങ്ങണം. താലികെട്ട് കഴിഞ്ഞാലുടൻ ഇൻഷാ അല്ലാഹ് നിക്കാഹാണ്. 1/2 മണിക്കൂർ കൊണ്ട് നിക്കാഹ് ചെയ്ത്